എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ 5ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. 5ാമത്തെ പാർട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ നാം ഒന്നുകൂടെ ഓർത്തെടുത്താലോ? എല്ലാ ക്ലാസ്സിലും പഴയ കാര്യങ്ങൾ എന്തിനാണ് ഓർത്തെടുക്കുന്നത്? നമ്മൾ വീണ്ടും വീണ്ടും കേട്ട് നമ്മുടെ മനസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് പതിയുന്നതിന് വേണ്ടിയാണ്, മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. മാഷ് പഠിപ്പിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്ന പോലെ മക്കൾ ആവർത്തിച്ച് പഠിക്കുക കൂടി വേണം. എങ്കിലേ നമ്മുടെ മനസ്സിലൊക്കെ ഇത് എപ്പോഴും ഓർത്തു വെക്കാൻ പറ്റും. നമ്മുടെ പാഠം തുടങ്ങുന്നത് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നത് മുതലാണല്ലോ. എന്നായിരുന്നു അത്? 1915 ഗാന്ധിജി കെയിം ബാക്ക് ഫ്രം സൗത്ത് ആഫ്രിക്ക. അതിനുശേഷം ഗാന്ധിജി ഇന്ത്യയൊട്ടുക്കും സഞ്ചരിച്ചു. ഇന്ത്യയൊട്ടുക്കും സഞ്ചരിച്ച ഗാന്ധിജി ഇന്ത്യയിലെ ജനങ്ങളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി. ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തുന്ന സമരം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം 1917. തൊട്ടടുത്ത വർഷത്തിൽ ആദ്യമായിട്ട് നടത്തിയ സമരത്തിൻ്റെ പേര് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ മിൽ സ്ട്രൈക്ക്. അതേ വർഷത്തിൽ തന്നെ ഖേഡ സ്ട്രൈക്ക്, ഖേഡ സത്യാഗ്രഹ അല്ലേ, 1918. അതൊക്കെ ഗുജറാത്തിലാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിലെ അല്ലേ. അതിനുശേഷമാണ് 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആ ക്രൂരകൃത്യം മൈക്കൽ ഒ ഡെയറിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടായത് അല്ലേ. അതിനുശേഷം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തി. നിസ്സഹകരണ പ്രസ്ഥാനം 1920. ഗാന്ധിജി ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും വന്നതിൻ്റെ ഭാഗമായി കേരളത്തിലും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വന്നത് എന്നായിരുന്നു? 1920. 5 തവണ വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്നത് 1920 1920 അല്ലേ. പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മലബാർ റിബില്യൺ അല്ലേ, മലബാർ കലാപത്തിൻ്റെ പേരിൽ അന്നത്തെ ധീര ദേശാഭിമാനികളെ ബ്രിട്ടീഷ് പട്ടാളം നിഷ്കരുണം ഒരു വാഗൺ ട്രെയിനിൽ അടച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി അല്ലേ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. 1921 സംഭവിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പഠിച്ചത് ഉപ്പിനെ സമരായുധമാക്കിയ കഥയാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അല്ലേ. എന്നായിരുന്നു അത്? 1930 അല്ലേ. സോൾട്ട് സത്യാഗ്രഹ. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 388 കിലോമീറ്റർ കാൽനടയായി യാത്ര ചെയ്ത് ആ സത്യാഗ്രഹം നമ്മളെ മനസ്സിൽ നിന്നും ഒരിക്കലും മായരുത്. അങ്ങനെ 1930 ശേഷവും ഒത്തിരി സമരങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തി. കച്ചവടത്തിനായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വന്ന ബ്രിട്ടീഷുകാർ നമ്മുടെ മേൽ അധികാരം ചുമത്താൻ തുടങ്ങി, നിയമമുണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ് പോലുള്ള വളരെ നിസ്സാരമായ സാധനങ്ങൾക്ക് പോലും നികുതി ഏർപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയാണ് അവർക്കെതിരെ സമരം നയിക്കണം, അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്ന് ഗാന്ധിജിയും നേതാക്കളുമൊക്കെ തീരുമാനിക്കുന്നത്. ഒരുപാട് നേതാക്കൾ ഗാന്ധിജിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് 1919 ശേഷം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കടന്നു വന്ന നമുക്കെല്ലാവർക്കും അറിയുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും പ്രതിഭാധനുമായ രാഷ്ട്രശില്പിയുമൊക്കെയായ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ 1942 ഓഗസ്റ്റ് 8 എന്നായിരുന്നു. 1942 ഓഗസ്റ്റ് 8 എന്നാ ഇന്ത്യ സ്വതന്ത്രമാകുന്നത് 1947 അല്ലേ. 1947 5 വർഷങ്ങൾക്ക് മുമ്പ് 1942 ഓഗസ്റ്റ് 8 മൗലാന അബുൽ കലാം ആസാദ്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തെ? മൗലാന അബുൽ കലാം ആസാദിൻ്റെ അധ്യക്ഷതയിൽ ബോംബെയിൽ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ പാസ്സാക്കിയ ഒരു പ്രമേയത്തിൻ്റെ പേരാണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. എന്താ പേര്? ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്നാണ് അർത്ഥം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം. എന്താ ക്വിറ്റ് ഇന്ത്യ എന്ന് വെച്ചാൽ?
ഇന്ത്യ വിടുക എന്നാണ്. ഇന്ത്യ വിടുക. ആരാ ഇന്ത്യ വിടേണ്ടത്? ബ്രിട്ടീഷുകാർ അല്ലേ? ഇന്ത്യയിൽ അതിക്രമിച്ച് കയറി വന്നവർ. അവർ ഇന്ത്യ വിടണം. ഇനി ഇവിടെ ഭരിക്കാൻ പറ്റില്ല. ഇവിടെ ഞങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ മനുഷ്യന്മാരെ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഭരിക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് വിട്ടേ പറ്റൂ. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ചരിത്രപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഗാന്ധിജി ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. എവിടെ വെച്ചാണ്? ബോംബെയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ആരായിരുന്നു അന്നത് അധ്യക്ഷൻ? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ നടന്ന ആ സമരമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ആ ഡേറ്റ് മറന്നിട്ടില്ലല്ലോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ബ്രിട്ടനെതിരെ ഇന്ത്യ നടത്തിയ ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം. ഈ ആശയങ്ങളൊക്കെ, ക്വിറ്റ് ഇന്ത്യ എന്നുള്ള ആശയങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജിയുടേതാണ്. എങ്കിലും ആ ഒരു സ്ലോഗൻ, ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം രൂപപ്പെടുത്തിയത് ബോംബെക്കാരനായ യൂസുഫ് മെഹ്റലിയാണ്. ആരാ? യൂസുഫ് മെഹ്റലി. ഈ പേരുകളൊക്കെ ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. എവിടെ വെച്ചായിരുന്നു ഇതെന്നറിയോ? ഗോവാലിയ ടാങ്ക് മൈതാനം. എവിടെയാണത്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് ഈ സമര പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നായിരുന്നു? 1942 ഓഗസ്റ്റ് 8. ഓക്കെ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മക്കൾ മനസ്സിലാക്കണം. ഈ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ സുപ്രധാനമായ ഒരു പ്രസംഗമുണ്ട്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നീട് അത് കാണാം. ഗാന്ധിജി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഞാനൊരു മന്ത്രം പഠിപ്പിച്ചു തരാം. ആ മന്ത്രം നിങ്ങളെ ജീവശ്വാസമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. എന്താണ് മന്ത്രം എന്നറിയോ? ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ഒന്ന് പറഞ്ഞു നോക്കൂ മക്കളെ. ഡു ഓർ ഡൈ. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ ഈ ഒരു മുദ്രാവാക്യം ഗാന്ധി ജനങ്ങളുടെ സമക്ഷത്തിലേക്ക് ഇട്ടുകൊടുത്തു. അന്ന് രാത്രിയോട് കൂടി തന്നെ ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്തു. 1942 ഓഗസ്റ്റ് 8 രാത്രി തന്നെ അറസ്റ്റ് ചെയ്തു. ഗാന്ധിജിയെ പോലുള്ള ആളുകളെ പിറ്റേന്ന് രാവിലെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റിലൊക്കെ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 9 രാവിലെ ജനങ്ങൾ തെരുവിലിറങ്ങി. റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ ഇതൊക്കെ ആക്രമിക്കപ്പെട്ടു. ഗതാഗതവും വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തടസ്സപ്പെട്ടു. അങ്ങനെ ഇതിൻ്റെ ഓർമ്മക്ക്, അതായത് ഇന്ത്യ വിടാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഈ ഒരു സമരത്തിൻ്റെ ഓർമ്മക്ക് ഓഗസ്റ്റ് 8 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട്, ഓഗസ്റ്റ് 9 നാം ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ എന്താണ് ക്വിറ്റ് ഇന്ത്യ ദിനം? ഓഗസ്റ്റ് 9. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അറസ്റ്റിലായി. അങ്ങനെ ഓഗസ്റ്റ് 9 എല്ലാവരും അറസ്റ്റിലായപ്പോൾ നമ്മുടെ മൈതാനത്ത്, മൈതാനത്തിൻ്റെ പേര് ഗോവാലിയ ടാങ്ക് മൈതാനം അല്ലേ? അവിടെ ത്രിവർണ്ണ പതാക ഉയർത്തിയത്, ഇന്ത്യയുടെ പതാക ഉയർത്തിയത് അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയെയാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ വനിതാ നേതാവായിട്ട് കരുതിപ്പോരുന്നത്. അരുണ ആസഫ് അലി. ഇതുപോലുള്ള ഒത്തിരി നേതാക്കൾ അന്ന് ഉണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഒരുപാട് വെടിവെപ്പുകൾ നടന്നു. 1000-ഓളം ആളുകൾ ജീവത്യാഗം വരിക്കേണ്ടി വന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ജയിലിൽ അടക്കപ്പെട്ടു. ഒത്തിരി പേർ ജയിലിൽ അടക്കപ്പെട്ടു. കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരങ്ങളും അതിൻ്റെ അലയൊലികളുമൊക്കെ. ഈ സമയത്താണ്, ഏകദേശം ഇതിനോട് അടുത്ത സമയത്താണ് ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധി മരണപ്പെടുന്നതൊക്കെ. ഈ സമയത്ത് ജവഹർലാൽ നെഹ്റുവിനെ ജയിലിലടക്കപ്പെട്ടപ്പോൾ ജവഹർലാൽ നെഹ്റു ജയിലിൽ ഇരുന്നു കൊണ്ട് എഴുതിയ പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം. വളരെ പ്രശസ്തമായ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണത്. 1944-45 കാലം വരെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് തന്നെ ഇന്ത്യയുടെ സകല ദിക്കിലും സകല ഭാഗങ്ങളിലും അലയടിക്കുകയുണ്ടായി. എന്നായിരുന്നു ക്വിറ്റ് ഇന്ത്യ ഡേ? ഓഗസ്റ്റ് 9. ആ ഡേറ്റ് നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനും വനിതാ നേതാവെന്ന്. ആരായിരുന്നു നേതാവായിട്ട് അറിയപ്പെടുന്നത്? ആരാണെന്നറിയോ? ജയ്പ്രകാശ് നാരായൺ.
ജയ്പ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് വളരെ ശക്തമായിട്ട് മുന്നിൽ നിന്ന് നയിച്ചത്. വനിതാ നേതാവായിട്ട് അറിയപ്പെടുന്നത് അരുണ ആസഫലിയാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇവരുടെ മുഖങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനോഹരമായിട്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം. വായിച്ച് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വാചകങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ചെറിയ പ്രായത്തിലെ പുസ്തകം വായിച്ചുള്ള ശീലം നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് സ്വന്തമായിട്ട് വായിക്കാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുമുള്ള കഴിവ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. നോക്കൂ, നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ലെറ്റ് us prepare for the ultimate struggle. ഗാന്ധിജിയുടെ വാക്കുകളാണ് ആ കോൺഗ്രസ് സമ്മേളനത്തിൽ 1942 ബോംബെയിൽ വെച്ച് നെഹ്റു പാസ്സാക്കിയ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ ആ ഒരു സമ്മേളനമുണ്ടല്ലോ, അന്ന് ഗാന്ധിജിയുടെ പ്രസംഗത്തിൽപ്പെട്ടതാ ലെറ്റ് us prepare for the ultimate struggle. അവസാന പോരാട്ടത്തിന് സമയമായി. എ സ്ട്രോങ് സ്ട്രഗിൾ ദാറ്റ് എക്സൽ ഓൾ ഏർലിയർ സ്ട്രഗിൾ. ഇതുവരെ കഴിഞ്ഞ പോരാട്ടത്തെ ഒക്കെ തോൽപ്പിക്കുന്ന ഒരു സമരമാണ് നമുക്ക് വേണ്ടത്. എ സ്ട്രോങ് സ്ട്രഗിൾ ദാറ്റ് എക്സൽ ഓൾ ഏർലിയർ സ്ട്രഗിൾസ്. Till now we protested in a peaceful way. ഇതുവരെ നമ്മൾ സമാധാനപരമായിട്ട് ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത്, സമരങ്ങൾ നയിച്ചിരുന്നത്. Now it is time to finish this up as early as possible. ഇപ്പോൾ നമുക്ക് ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു, കഴിയുന്ന അത്രയും വേഗത്തിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. അന്നത്തെ ഗാന്ധിജിയുടെ സമരാഹ്വാനമാണ്, എക്സ്ഹോർട്ടേഷനാണ്, ഡു ഓർ ഡൈ. വളരെ പ്രധാനപ്പെട്ട, ലോകം വളരെ തങ്കലിപിയിലാണ് എഴുതപ്പെട്ട ഒരു വാക്കാണ് ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ ഈ വാക്കുകളൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ആ അവസാന ഘട്ടത്തിലാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. ഗാന്ധി തികഞ്ഞ ഒരു അഹിംസാവാദിയായിരുന്നു. ആരെയും ആക്രമിക്കരുത്, ആരെയും വധിക്കരുത്, ആരെയും ഒന്നും ചെയ്യരുത്, എല്ലാം സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് എപ്പോഴും സ്വപ്നം കണ്ടിരുന്ന ഒരാളായിരുന്നു ഗാന്ധിജി. ഇത് ലോകം അംഗീകരിച്ചതിൻ്റെ തെളിവാണ് October 2, അതായത് ഗാന്ധി ജയന്തി ദിനം അല്ലേ. October 2 വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. എന്നാണ് വേൾഡ് നോൺ വയലൻസ് ഡേ? October 2, ലോക അഹിംസാ ദിനം എന്നാണ് മലയാളത്തിൽ പറയുക. October 2 വേൾഡ് നോൺ വയലൻസ് ഡേ. എന്താ October 2 പ്രത്യേകത? അന്നാണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജി അഹിംസക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ലോകം ആ ഒരു ദിവസത്തെ വേൾഡ് നോൺ വയലൻസ് ഡേ ആയിട്ട് അംഗീകരിച്ചത്. ഈ കാര്യങ്ങളൊക്കെ നാം കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണം എന്നൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കാം. നമ്മൾ എത്ര ചോദ്യങ്ങളാണ് ചെയ്തത്? 20 ചോദ്യങ്ങൾ അല്ലേ. 21ാമത്തെ ചോദ്യം എഴുതിക്കോളൂ. റൈറ്റ് എ നോട്ട് ഓൺ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതുക, ഒരു നോട്ട് എഴുതുക എന്നാണ് ചോദ്യം. ആൻസർ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. ദർ വാസ് എ കൺട്രി വൈഡ് അജിറ്റേഷൻ against the British rule in 1942. 1942 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യവ്യാപകമായിട്ട് സമരം നടക്കുകയുണ്ടായി. ദർ വാസ് എ കൺട്രി വൈഡ് അജിറ്റേഷൻ, രാജ്യവ്യാപകമായ സമരം എഗെയിൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾ ഇൻ 1942. 1942 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ. എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്കം? August 8, 1942 August 8 ദി കോൺഗ്രസ് പാസ്ഡ് ദി ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രമേയം എന്നാണ്. ഒരു പേപ്പറിൽ എഴുതി അവതരിപ്പിക്കപ്പെട്ട ഒരു പ്രമേയത്തിനാണ്, ഒരു കാര്യത്തിനാണ് നമ്മൾ ബാക്കിയുള്ളവരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് എഴുതി രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് നമ്മൾ പ്രമേയം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരത് പാസ്സാക്കണം. അപ്പോൾ ആ കോൺഗ്രസ് സമ്മേളനം August 8 നടന്ന കോൺഗ്രസ് സമ്മേളനം പാസ്ഡ് ദി ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കി. അറ്റ് ദി കോൺഗ്രസ് സെഷൻ ഹെൽഡ് ഇൻ മുംബൈ. എവിടെ അത് നടക്കുന്നത്? മുംബൈയിൽ. അന്നത്തെ ബോംബെയിൽ ആണ് 1942 August 8 നടക്കുന്നത്. ഗാന്ധിജി സ്ലോഗൻ എന്തായിരുന്നു? ഗാന്ധിജിയുടെ സ്ലോഗൻ യെസ്, ഡു ഓർ ഡൈ അല്ലേ. ജീവിക്കുക
അല്ലെങ്കിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഒന്നുകിൽ പ്രവർത്തിക്കുക, പ്രവർത്തനം വിജയം കണ്ടില്ലെങ്കിൽ അതിനു വേണ്ടി, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിക്കുക. ഇത് ടേക്കൺ അപ്പ് ബൈ ദി സ്റ്റുഡൻസ്, വർക്കേഴ്സ് ആൻഡ് പെസൻസ്. വിദ്യാർത്ഥികളും തൊഴിലാളികളും കൃഷിക്കാരും എല്ലാം ഡു ഓർ ഡൈ എന്നുള്ള ഈ ഒരു സ്ലോഗൻ ഏറ്റെടുക്കുകയുണ്ടായി. സെവറൽ ലീഡേഴ്സ് ആൻഡ് അതർ സാക്രിഫൈസ്ഡ് ദെയർ ലൈഫ്. ഒരുപാട് നേതാക്കൾ, ലീഡേഴ്സ് ആൻഡ് അതേഴ്സ്, നേതാക്കളും നേതാക്കളല്ലാത്തവരും അങ്ങനെയുള്ള ആളുകളൊക്കെ ഒത്തിരി പേര് സാക്രിഫൈസ്ഡ് ദെയർ ലൈഫ്, അവരുടെ ജീവിതം ജീവത്യാഗം കൊടുത്തു, അല്ലെങ്കിൽ അവരെ മരിക്കേണ്ടി വന്നു. അവരെ വെടിവെച്ചോ അല്ലാതെയോ ഒക്കെ ബ്രിട്ടീഷ് സൈന്യം ക്രൂരമായിട്ട് കൊന്നൊടുക്കി. ആൻഡ് റിമൈനിങ് വെർ അറസ്റ്റഡ്. ബാക്കിയുള്ള ആളുകളെ, സമരം ചെയ്യുന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തു. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇനി 22ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. വിച്ച് ഡേ വി ഒബ്സർവ്ഡ് ആസ് ക്വിറ്റ് ഇന്ത്യ ഡേ? ഏത് ദിവസമാണ് നമ്മൾ ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട്, ക്വിറ്റ് ഇന്ത്യ ദിവസമായിട്ട് ആചരിക്കുന്നത്? ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 9 മറക്കരുത്. ഇതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യദിന ക്വിസിലൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ കൂടി മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ ഈ ഡേറ്റുകളൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മുടെ രാജ്യത്തെ രാജ്യമാക്കി മാറ്റാൻ സഹായിച്ച സമരങ്ങളാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ഒക്കെ. 23rd ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ദ വിച്ച് ഡേ വി ഒബ്സർവ്ഡ് ആസ് നോൺ വയലൻസ് ഡേ? ഏത് ദിവസമാണ് നാം അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത്? ലോകവ്യാപകമായിട്ട് അഹിംസാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നായിരുന്നു? ഒക്ടോബർ 2, ഗാന്ധി ജയന്തി ദിനം അല്ലെ? ഒക്ടോബർ 2 ഗാന്ധിജിയുടെ ബഹുമാനാർത്ഥം ലോകം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് ഒക്ടോബർ 2, വേൾഡ് നോൺ വയലൻസ് ഡേ. 24th ക്വസ്റ്റ്യൻ, വിച്ച് ഡേ വി ഒബ്സർവ്ഡ് ആസ് പ്രവാസി ദിവസ്? പ്രവാസി ദിനമായിട്ട് നമ്മൾ ഏത് ദിവസമാണ് ആചരിക്കുന്നത്? പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്ന ഏത് ദിവസമായിരിക്കും? നമുക്കറിയാം, 1915 ജനുവരി 9 സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി മുംബൈയിലേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ആ ദിവസത്തെയാണ് പ്രവാസി ദിനമായിട്ട്, ജനുവരി 9 നമ്മൾ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 25 കൂടി നമുക്ക് എന്താണെന്ന് നോക്കാം. വാട്ട് വാസ് ദി എക്സോർട്ടേഷൻ ഓഫ് ഗാന്ധിജി ഇൻ ദി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലെ ഗാന്ധിജിയുടെ സമരാഹ്വാനം എന്തായിരുന്നു? സമരാഹ്വാനം, എക്സോർട്ടേഷൻ എന്തായിരുന്നു ഗാന്ധിജി ഉപദേശിച്ചത്? എന്തായിരുന്നു ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞത്? എന്തായിരുന്നു? നമുക്കറിയാം, ആ വളരെ മനോഹരമായ വാക്ക് അല്ലേ? ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ഇതായിരുന്നു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലെ എക്സോർട്ടേഷൻ ഓഫ് ഗാന്ധിജി എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ സൂചിപ്പിച്ച പോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരുപാട് നേതാക്കൾ, പലരും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടവരാണ്. അതേസമയത്ത് ചരിത്രത്തിൽ രേഖപ്പെടുത്താത്ത ആരാരും അറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ടുണ്ട്. അവരുടെയൊക്കെ വിയർപ്പിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. അതിൽ ചില പ്രമുഖരുടെ ചിത്രങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ, ഭഗത് സിംഗ്, സരോജിനി നായിഡു, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്, മൗലാന അബുൽ കലാം ആസാദ്. ഇത്തരം ആളുകളൊക്കെ കുറിച്ച് നമുക്ക് ചെറിയ ധാരണ ഉണ്ടായിരിക്കണം. ചെറിയ ധാരണ പോരാ, വളരെ നല്ല ധാരണ തന്നെ ഉണ്ടായിരിക്കണം. ചെറുതായിട്ടെങ്കിലും, കൊച്ചുകുട്ടികളാണല്ലോ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്, ചെറിയ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇവരെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ശേഖരിക്കണം. മാഷ് അടുത്ത ക്ലാസ്സിൽ ഇവരെക്കുറിച്ച്, ഇവരിൽ ചിലരെക്കുറിച്ചൊക്കെ ചെറിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതും നിങ്ങൾ കളക്ട് ചെയ്ത കാര്യങ്ങളും ഒക്കെ ഒന്നാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുപിടിക്കണം. അതോടുകൂടി അടുത്ത ക്ലാസ്സോടുകൂടി ഈ സുന്ദരമായ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കും. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക, നല്ല മക്കളാകുക. കൊച്ചുനാളിലെ പഠിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ആരും നിങ്ങളോട് പഠിക്കാൻ പറയേണ്ടി വരില്ല. നിങ്ങൾ സാധാരണ രാവിലെ ഭക്ഷണം കഴിക്കുന്ന പോലെ, ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിത ശൈലിയായിട്ട് പഠിത്തത്തെ മാറ്റിക്കഴിഞ്ഞാൽ വളരെ രസകരമായിരിക്കും. ആരും നിർബന്ധിക്കാതെ നമ്മളുടെ ജീവിതത്തിൽ ഉന്നതങ്ങളിലെത്താൻ ചെറുപ്പത്തിലുള്ള പഠിത്തം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.